MSN ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഇനി വരാനിരിക്കുന്നത് മുഹമ്മദ് നസിക്കെതിരെയാണ്. ആ മത്സരം ഇനി നടക്കാനിരിക്കുന്നത് മെയ് 10 ഞായറാഴ്ചയാണ്. അതും ഇന്ത്യൻ സമയം 5 മണിക്കാണ് ആ മത്സരം നടക്കാൻ പോകുന്നത്. അതും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് ആഷ്ലി വെസ്റ്റ്വുഡ് വന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കളിക്കാരുടെ രീതിയിലും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് 3 വിജയവും 1 സമനിലയും 1 തോൽവിയുമാണ്. ഒരു മികച്ച പ്രകടനം തന്നെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെ ആദ്യ മത്സരമായിരുന്നു സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിക്കെതിരെ. ആ മത്സരത്തിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടിരുന്നത്. അന്ന് നമുക്കറിയാം, ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെ ആദ്യ മത്സരമാണ്. അതുകൊണ്ട് പരിശീലകനെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു ടീമിനെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന്. എന്നാൽ അതിനുശേഷം ബംഗളൂരു FC-ക്ക് എതിരെ 2-1 വിജയം, നോർത്ത് ഈസ്റ്റിൻ്റെ നിര 1-1 സമനില, ജംഷഡ്പൂർ FC-ക്കെതിരെ 2 ഗോളിൻ്റെ വിജയം, അതുപോലെ തന്നെ അവസാനം കളിച്ചത് ഒഡീഷ FC-ക്കെതിരെ 2-1 വിജയം. ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ഒരു മികച്ച രീതിയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ISL ടേബിളിൽ നിൽക്കുന്നത് 9ാമതാണ്. 11 മത്സരങ്ങളിൽ നിന്ന് 11 പോയിൻ്റ് നേടിക്കൊണ്ട്. ആഷ്ലി വെസ്റ്റ്വുഡ് വന്നതിന് ശേഷം 10 പോയിൻ്റാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ റെലഗേഷൻ ബാറ്റിലേക്ക് പോകും എന്ന് വിചാരിച്ച സ്ഥാനത്ത് ആണ് ഇപ്പോൾ ആഷ്ലി വെസ്റ്റ്വുഡ് നമ്മളെ രക്ഷിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സിൻ്റെ മുമ്പത്തെ പരിശീലകൻ ഡേവിഡ് കാറ്റലയായിരുന്നു. ഡേവിഡ് കാറ്റലയ്ക്ക് ഒരു മികച്ച സ്കോഡ് ഇതിനു മുമ്പ് കൊടുത്തിരുന്നു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ്. എന്നിട്ടും പരിശീലകന് ഇവിടെ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആഷ്ലി വന്നതിന് ശേഷം മികച്ച രീതിയിൽ ടീമിൻ്റെ കളിക്കാർ എല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് കളിക്കുകയാണ്. നമുക്കറിയാം, ഡേവിഡ് കാറ്റലയ്ക്ക് ലൂണ, നോഹ, ജീസസ് ജിമിനാസ് എന്നീ മികച്ച താരങ്ങൾ അന്നുണ്ടായിരുന്നു. എന്നിട്ടും ടീമിനെ കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ആഷ്ലി വെസ്റ്റ്വുഡ് വന്നതിന് ശേഷം ക്വാളിറ്റി കുറഞ്ഞ താരങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ മികച്ച പ്രകടനം തന്നെയാണ് ആഷ്ലി വെസ്റ്റ്വുഡ് കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അടുത്ത സീസണിൽ ഒരു മികച്ച കളിക്കാരെ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, അടുത്ത സീസണിൽ ഈ പരിശീലകനെ നിലനിർത്തണം എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച ക്വാളിറ്റിയുള്ള കളിക്കാരെ കൊണ്ടുവരികയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സ് ടീമിന് ഒരു മികച്ച ഗുണം തന്നെ നൽകും. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.